ഹലോ ഗായ്സ്, അപ്പോൾ ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് എത്തിയിട്ടുണ്ട്. ഇന്ന് വിഷു ആയിരുന്നു കാരണം രാവിലെ എഴുന്നേറ്റ് ഇത് വിഷുക്കണിയൊക്കെ കണ്ടു. അച്ഛനായിരുന്നു കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി കുളിച്ച് റെഡി ആയിട്ട് വന്നതാണ്. ഇത് ഒരു ട്രാൻസിഷൻ ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്, പക്ഷെ ശരിയായില്ല ഗൈസ്. നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മിന്ത്രയിൽ എടുത്ത് കുർത്ത കേട്ടോ. ഈ ചൂടത്ത് ഇടാൻ പറ്റിയ കുർത്തയാണ്, ലൈനിങ് ഒന്നുമില്ല, ഭയങ്കര കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ പാറ്റേൺ. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അമ്പലം. അപ്പം അമ്പലത്തിൽ പോയിട്ട് നന്നായിട്ടൊക്കെ തൊഴുതിട്ട് ഇറങ്ങി. ഞാനും കവിതയും കൂടെയാണ് കേട്ടോ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നത്. അമ്പലത്തിൽ വിഷു പ്രമാണിച്ച് പായസം കൊടുക്കുന്നുണ്ടായിരുന്നു, പിന്നെ കൈനീട്ടവും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഈ കൈനീട്ടം കൊണ്ടുവന്നത് പൂജ യൂണിറ്റിലേക്ക് വെക്കുന്നുണ്ട്. നമ്മളത് സൂക്ഷിച്ച് വെക്കണം എന്നാണ് പറയുക. അപ്പോൾ നേരെ കൊണ്ടത് പൂജ യൂണിറ്റിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് അച്ഛനും അമ്മയും സദ്യയൊക്കെ സെറ്റാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഫ്രീ ആയിട്ട് ഇരിക്കുന്ന പറഞ്ഞ് നമുക്കൊരു മൂവി കാണാമെന്ന് വിചാരിച്ച്. ഇത് സംഭവം അധ്യായം 1. ഞാൻ തിയേറ്ററിൽ പോയി കണ്ടതാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ അവർക്ക് വെച്ച് കൊടുത്തതാണ്. അത് കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. മൂവി കഴിഞ്ഞപ്പോൾ തന്നെ 1 മണി ആയിരുന്നു. അപ്പം ഞങ്ങൾ പിന്നെ കഴിക്കാൻ നിർത്തിയിരുന്നേ. നമ്മൾ വീട്ടിൽ തന്നെ സദ്യയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കറികളൊക്കെ ഉള്ളൂ, എന്നാലും അത്യാവശ്യം സദ്യക്കുള്ള കറികളൊക്കെ ഉണ്ട്. ഇത് അമ്മയുടെ സ്പെഷ്യൽ മാമ്പഴപ്പുളിശ്ശേരി, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സാമ്പാറുണ്ട്, പിന്നെ അവിയലും തോരനും അച്ചിങ്ങ മെഴുക്കുവരട്ടിയും അച്ചാറും, പിന്നെ പായസം ഉണ്ട്, പാലട പായസമാണ്, പിന്നെ പച്ചമോരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ട് ഒരു പിടി അങ്ങ് പിടിച്ചു. ആഹാ, സദ്യ നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം അത്രേ ഉള്ളൂ. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഞങ്ങളെല്ലാവരും സദ്യ വയ്ക്കട്ടെ. അപ്പോൾ ബൈ ബൈ.